നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ജീവനക്കാരുടെ കൂട്ടവിരമിക്കലിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയായേക്കും. 16,638 പേരാണ് മെയിൽ പെൻഷനാകാൻ പോകുന്നത്. ഇവർക്ക് ആനുകൂല്യം നൽകാൻ ഏകദേശം 9,151.31 കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് സർക്കാർ. വിരമിക്കൽ ആനുകൂല്യം വിതരണം നീട്ടൽ, പെൻഷൻ പ്രായം ഏകീകരിച്ച് 1 വർഷം നീട്ടൽ എന്നിവയിലൊന്ന് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുമുണ്ട്. വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുക. പ്രായം ഏകീകരണത്തോട് കടുത്ത എതിർപ്പ് ഉയർന്നേക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഓപ്ഷനായിരിക്കും കൂടുതൽ സാധ്യത എന്ന് പറയപ്പെടുന്നത്. അതേസമയം വിരമിക്കൽ ആനുകൂല്യം കൂടുതൽ പലിശ നൽകി ട്രഷറിയിൽ നിക്ഷേപമായി കണക്കാക്കി സാവകാശം തേടുന്ന ഒരു സംവിധാനവും ഇപ്പോൾ സർക്കാർ ആലോചിച്ചു വരികയാണ്. ഇത് സംബന്ധിച്ച് ജീവനക്കാർക്ക് ഓപ്ഷൻ നൽകാനുള്ള സാധ്യതയുമുണ്ട്. ആനുകൂല്യ വിതരണം ഏറെ നീണ്ടാൽ പെൻഷൻകാർ കോടതിയിൽ പോയേക്കുമെന്നുള്ള സാധ്യത കണ്ടാണ് ഈ ട്രഷറി നിക്ഷേപമാക്കുന്ന തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ഒരുങ്ങുന്നത്. 14 ലക്ഷം മുതൽ 1.25 കോടി വരെയാണ് ഒരാൾക്ക് പെൻഷൻ ആനുകൂല്യമായി നൽകേണ്ടി വരിക. സംസ്ഥാനത്തിൻ്റെ പൊതുവായ്പാ ലഭ്യതയിൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിസന്ധി കൂടുതൽ മുറുക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം എടുക്കാവുന്ന വായ്പയുടെ അറിയിപ്പ് പോലും നാളിതുവരെ കിട്ടിയിട്ടുമില്ല എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതായത് ഒരു ഏകീകരണ ശ്രമം നടക്കുന്നുണ്ട്. ഈ ഏകീകരണ ശ്രമം നടക്കുമ്പോഴും എതിർപ്പുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ 57 ആക്കണമെന്നാണ് കെ മോഹൻദാസ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശ ഉണ്ടായിരുന്നത്. നിലവിലത് 56 1 വർഷം കൂടി നീട്ടി നൽകുക. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് 60 വയസ്സ് വരെ തുടരുകയും ചെയ്യാം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 58. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം 60 ആക്കാൻ 2022 സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും എതിർപ്പിൽ അവർ പിൻവാങ്ങുകയായിരുന്നു. KCB, KSRTC, ജല അതോറിറ്റി ജീവനക്കാരുടെ പെൻഷൻ പ്രായം പരിഷ്കരിക്കുന്നത് പഠിക്കാൻ ഒരു സമിതിയെ തന്നെ നിയോഗിക്കുവാനും തീരുമാനിച്ചിരുന്നു. കേന്ദ്ര സർവീസിൽ 60ഉം കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ 58 വയസ്സാണ് ഇപ്പോൾ നിലവിൽ പെൻഷൻ പ്രായം എന്ന് പറയപ്പെടുന്നത്. 2026-27 വരെ പെൻഷനാകുന്നവർ എന്ന് പറയപ്പെടുന്ന ഒരു കണക്കുണ്ട്. അതുപോലെ 2023-24 21,604 പേർ പെൻഷനാകുന്നു. 2024-25 22,185 പേർ പെൻഷനാകുന്നു. 25-26 23,424 പേർ. 26-27 23,714 പേർ. ഇങ്ങനെ ആണ് ഒരു കണക്ക് ഉണ്ടാകുന്നത്. ഇത്രയും പേരുടെ പെൻഷൻ സംഭവിക്കാൻ പോകുകയാണ്. അപ്പോൾ പെൻഷൻ പ്രായം ഉയർത്തുകയോ അല്ലെങ്കിൽ അതിനകത്ത് പൊതുവായ അഭിപ്രായം എന്ന് പറയപ്പെടുന്നത് 56 വയസ്സ് വരെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയപ്പെടുന്നത് 58 വയസ്സ് വരെ നൽകുമ്പോൾ ഈ NBC പോലുള്ളവർക്ക് 60 വയസ്സ് വരെയുള്ള ആണ് പ്രായം അനുവദിക്കുന്നത്. മെഡിക്കൽ ഡെൻ്റൽ കോളേജ് ഡോക്ടർമാർക്ക് 60 വയസ്സാണ്. ആയുർവേദ കോളേജ് അധ്യാപകർക്ക് 60 വയസ്സ് വരെയാണ് പെൻഷൻ പ്രായം എന്ന് പറയപ്പെടുന്നത്. നഴ്സിംഗ് കോളേജ് അധ്യാപകർക്ക് 60 വയസ്സ് വരെയാണ് പെൻഷൻ പ്രായം എന്ന് പറയപ്പെടുന്നത്. ഇൻഷുറൻസ് സർവീസ് ഡോക്ടർമാർക്കും അതുപോലെ തന്നെ 60 വയസ്സാണ്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിനുള്ളിൽ നോൺ മെഡിക്കൽ അധ്യാപകർ എന്ന് പറയപ്പെടുന്നവർക്ക് 60 വയസ്സ് വരെ തന്നെയാണ് പെൻഷൻ പ്രായം അനുവദിച്ചിട്ടുള്ളത്. ഫാർമസി കോളേജ് ടീച്ചേഴ്സിനും 60 വയസ്സാണ് പ്രായം അനുവദിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനും ഇതേപോലെ 60 വയസ്സാണ്. സംസ്ഥാനത്തെ വിവിധ പെൻഷൻ പദ്ധതികളിൽ ഇപ്പോൾ സർവീസ് പെൻഷൻ എന്ന് പറയപ്പെടുന്നത് 3,72,236 പേരും, ഫാമിലി പെൻഷൻകാർ 1,28,436 പേരും, മറ്റ് പെൻഷൻകാർ എന്ന് പറയപ്പെടുന്നത് 10,513 പേരാണ്. ആകെ 5,11,085 പേർ പെൻഷൻ എന്നുള്ള സംവിധാനത്തിനുള്ളിലുണ്ട്. അങ്ങനെ പെൻഷനും ഒപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് കാണുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതായി പോകുന്നു. അതായത് ഈ വരുന്ന സാമ്പത്തിക വർഷം ഈ മെയിൽ റിട്ടയർ ആവാൻ പോകുന്ന ഏകദേശം 16,800ഓളം വരുന്നവരാണ് റിട്ടയർ ആകാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ഏകദേശം നൽകേണ്ടി വരുന്നത് 14 ലക്ഷം രൂപ മുതൽ 1.25 കോടി വരെയുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. പക്ഷേ ആനുകൂല്യങ്ങൾ നൽകുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലില്ല. ഏകദേശം 9,200 കോടിയോളം രൂപ അതിനുവേണ്ടി മാത്രം വേണ്ടി വരും. ആ സാഹചര്യത്തിലാണ് നീട്ടി നൽകുകയോ അല്ലെങ്കിൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ ട്രഷറിയിലേക്ക് കൂടുതൽ പലിശ നൽകിയിട്ട് ഈ പണം തിരികെ നൽകുന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് മുൻപിലുള്ളത്. പക്ഷേ അതിനൊക്കെ ഒരു നിർദ്ദേശമുണ്ടാകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞ് ഉല്ലാസയാത്രയൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നാൽ മാത്രമേ അത്തരത്തിലൊരു തീരുമാനത്തിൽ സർക്കാരിന് എത്താനും കഴിയൂ.